ശ്രീ കെവിൻ പീറ്റർ, ക്രിസ്മസ് രാത്രിയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. സ്ത്രീകളും കുട്ടികളും ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. പ്രതികൾ അവരുടെ പശ്ചാത്തലം നോക്കുന്ന ഘട്ടത്തിൽ DYFI, SFI തുടങ്ങിയ സംഘടനകളുടെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്നവരാണ്. ഇതിപ്പോൾ ആദ്യത്തെ സംഭവമല്ല ഇത്തരത്തിൽ കരോൾ ടീമുകൾക്ക് നേരെ ഈ CPM-ൻ്റെയും DYFI-യുടെയും ഒക്കെ ആക്രമം. നേരത്തെ അനിൽ വിളയിൽ സൂചിപ്പിച്ചതുപോലെ 2018-ൽ ഈ കോട്ടയത്ത് ഒരു സംഭവം ഉണ്ടാകുകയും ദിവസങ്ങളോളം പള്ളിയിൽ ഈ ആളുകൾ അഭയം തേടുകയും ഒക്കെ ചെയ്ത സംഭവം നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തനിയാവർത്തനം ഇപ്പോൾ ആലപ്പുഴയിലും ഉണ്ടായിരിക്കുകയാണ് ക്രിസ്മസ് ദിവസം തന്നെ. കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. ശരിക്കും ക്രിസ്മസ് കരോൾ എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ സാംസ്കാരിക പൈതൃകമുള്ള ഒരു ആഘോഷമാണ്. അപ്പൊ അതിലേക്ക് മറ്റാളുകൾ കടന്നു വന്നുകൊണ്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളുമായിട്ട് പള്ളികളുടെയും മറ്റ് സംഘടനകളുടെയും നേതൃത്വത്തിൽ ഇറങ്ങുമ്പോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഇന്നലെ ആ സംഭവം ഉണ്ടായതിനു ശേഷം ഇത്രയും നേരം ഇവിടുത്തെ ഭരണപക്ഷ സംഘടനകളോ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷമോ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുന്ന ഉത്തരേന്ത്യയിലെ ഏതൊരു വിഷയം നടന്നാലും ഇവിടെ അത് വലിയ വാർത്തയാക്കി ദിവസങ്ങളോളം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഘോരഘോരം ശബ്ദിക്കുന്ന ഒരാൾ പോലും ആ വിഷയത്തിൽ പ്രതിപക്ഷത്തു നിന്നോ ഭരണപക്ഷത്തു നിന്നോ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് സമാനമായ പല വിഷയങ്ങൾ ഇതിക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കോട്ടയത്ത് ദിവസങ്ങളോളം പള്ളികളിൽ ഇവരെ ഭയപ്പെട്ട് കഴിയേണ്ടതായ ഒരു അവസ്ഥ വന്നു. ഇതേ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്, 2 വർഷത്തിന് മുൻപാണ് കാസർഗോഡ് ക്രിസ്മസ് പുൽക്കൂട്ടിലിരുന്ന ഉണ്ണിയേശുവിനെയും മറ്റു തിരുസ്വരൂപങ്ങളും എടുത്ത് മുസ്തഫ എന്ന് പറയുന്ന ഒരാൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിന്നും കൊണ്ട് തോട്ടിലെറിയുകയുണ്ടായി. ഇതേ വ്യക്തി തന്നെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ബൈബിൾ ഡീസൽ ഒഴിച്ച് കത്തിക്കുകയുണ്ടായി. അപ്പൊ ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോൾ ഇവരാരും ഇതിൽ യാതൊരുവിധ പ്രതികരണവും നടത്താറില്ല. അതേസമയം കേരളത്തിന് വെളിയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വിഷയങ്ങളെ ഊതിപ്പെരിപ്പിച്ചു കൊണ്ടുവന്ന് ഇവിടെ വന്ന് ക്രിസ്ത്യാനികളെ ഹൈന്ദവ സമുദായവുമായിട്ട് തെറ്റിക്കാനുള്ള എല്ലാവിധ ഇടപാടുകളും ഇവർ നടത്തുകയും ചെയ്യും. എന്നാൽ ഈ പറയുന്ന പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് ആയാലും അല്ലെങ്കിൽ ഇനി ഉത്തരേന്ത്യയിൽ ഇല്ലെങ്കിൽ തന്നെയും ഇവിടെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം തന്നെ ഈ കേരളത്തിന് വെളിയിൽ ഒരു സംസ്ഥാനത്ത് പോലും ഇതിനു വേണ്ടി അവർ പ്രതിഷേധിക്കാറില്ല. ഇപ്പൊ തന്നെ എനിക്ക് പിന്നാലെ സംസാരിക്കാൻ വരാൻ പോകുന്ന കോൺഗ്രസിന്റെ ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആള് നേരെ പോകുന്ന ഉത്തരേന്ത്യൻ വിഷയങ്ങളിലേക്കായിരിക്കും. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഉത്തരേന്ത്യയിൽ നിങ്ങളുടെ പാർട്ടിക്ക് ഘടകമില്ലേ? അല്ലെ നിങ്ങൾക്ക് അഖിലേന്ത്യാ നേതാക്കളില്ലേ? നിങ്ങൾ ആരും എന്താണ് ഈ സംഭവം നടന്ന സ്ഥലത്ത് ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തെരുവിലിറങ്ങാത്തത്? അപ്പൊ അവിടെ നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ല, അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യില്ല. അത് നിങ്ങളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് എതിരാണ്. അതുകൊണ്ട് പക്ഷെ അതേസമയം നിങ്ങൾ അവിടുത്തെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ നിങ്ങൾ മുതലക്കണ്ണീർ ഒഴുക്കും. ഈ ഇപ്പം നോർത്ത് ഈസ്റ്റിലായാലും നോർത്ത് ഇന്ത്യയിലായാലും ഇന്നലെ വരെ ഉണ്ടായിട്ടുള്ള ഏതൊരു വിഷയങ്ങളായാലും അത് ചെറുതായാലും വലുതായാലും കോൺഗ്രസ് പാർട്ടിയോ അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അവിടെ ഉണ്ടാവില്ല. കോൺഗ്രസ് ഒരു തരത്തിലും ആ പ്രദേശത്ത് അല്ലെങ്കിൽ ആ സംഭവം നടന്ന സ്ഥലത്ത് ക്രിസ്ത്യാനികളുടെ സപ്പോർട്ടിന് എത്തിയിട്ടില്ല. അപ്പൊ കേവലം ഇവിടെയുള്ള ഈ കേരളത്തിലുള്ള ക്രിസ്ത്യാനികളെ പൊട്ടന്മാരാക്കാനായിട്ട് അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വിഷം വിതച്ചുകൊണ്ട് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഉത്തരേന്ത്യൻ വിഷയങ്ങളെല്ലാം ഇവർ ഉപയോഗിക്കുന്നത്. അതേസമയം ക്രിസ്ത്യാനികളോട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ കേരളത്തിലെ വിഷയങ്ങൾ പ്രതികരിക്കണമല്ലോ. ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം ഉണ്ടായിട്ട് ഇവരാരും തന്നെ ആ ഒരു വിഷയത്തിൽ യാതൊരുവിധ ഇത്രയും കാലമായിട്ടും യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആലപ്പുഴയിൽ ഉണ്ടായ ആ വിഷയം, ഉത്തരേന്ത്യയിൽ നടന്ന ചെറിയ ചെറിയ വിഷയങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പെരുപ്പിക്കുന്ന ആളുകളുടെ കൺമുന്നിലാണ് സ്ത്രീകളെയും കുട്ടികളെയും അതിക്രൂരമായി മർദ്ദിക്കുന്നത് കാണിക്കുന്നത്. അവർ നിലവിളിക്കുന്നതും അവർ ചോര ഒലിപ്പിച്ചുകൊണ്ട് വരുന്നതും എല്ലാം നമ്മൾ വീഡിയോ കണ്ടതാണ്. ഏതെങ്കിലും ഒരുവിടുത്തെ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭരണപക്ഷ കക്ഷികളോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ സംരക്ഷകരായി ഇപ്പൊ രംഗത്തെത്തിയിരിക്കുന്ന ആളുകളോ ഒക്കെ തന്നെ ഒരാൾ പോലും പ്രതിഷേധിച്ചിട്ടില്ല. അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ വർഗീയ മുതലെടുപ്പ് നടത്തുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഇവർക്ക് ക്രിസ്ത്യൻ സ്നേഹം എന്നുള്ളതല്ല. കിട്ടുന്ന ഏതൊരവസരവും വിനിയോഗിച്ചുകൊണ്ട് പഴയതുപോലെ ഇവരുടെ വോട്ട് ബാങ്കിന് എന്റെ രാഷ്ട്രീയത്തിൽ ക്രിസ്ത്യാനികളെ ഒരു അടിമകളാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. കാര്യം ഇനിയിപ്പം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. കാര്യം ഈ ദുഃഖവെള്ളിയോ ഈസ്റ്ററോ പോലെ അല്ല ക്രിസ്മസ് എന്ന് പറയുന്നത്. ക്രിസ്മസിന്റെ ഭാഗമായിട്ട് ഈ സാംസ്കാരിക ആഘോഷമായ കരോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നതായതുകൊണ്ട് അതിൽ മുതലെടുപ്പ് നടത്താനും അതിൽ വിഷയങ്ങൾ ഉണ്ടാക്കാനും വിചാരിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതിന്റെ തെളിവാണിത്. അപ്പോൾ ഇവരുടെ യഥാർത്ഥത്തിൽ ഇവരുടെ ക്രിസ്ത്യാനികളുടെ സമീപനം ആണ് ഇപ്പോൾ ആലപ്പുഴയിൽ കണ്ടത്.
അതിൽ ഭരണകക്ഷിയുടെ പോഷക സംഘടനയാണ് ആ പരിപാടി അവിടെ നടത്തിയിരിക്കുന്നത്. അത്രയും ക്രൂരമായി അവരെ മർദ്ദിച്ചിരിക്കുന്നത്. അതിൽ പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസിന്റെ നിലപാടും അവർക്ക് അനുകൂലം തന്നെയാണ്. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കളോ ക്രിസ്ത്യാനികളുടെ സംരക്ഷകരായി മുതലക്കണ്ണീർ ഒഴുക്കുന്ന ആളുകളൊക്കെ ഇവിടെ രംഗത്ത് എത്താമല്ലോ. ഈ വിഷയത്തിൽ അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഇതിൽ പ്രതിഷേധമോ എന്തെങ്കിലുമൊക്കെ നടത്തണമല്ലോ. ആലപ്പുഴയിൽ ഒരാൾ പോലും ഇതുവരെ അനങ്ങിയിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ഈ മുതലെടുപ്പ് രാഷ്ട്രീയമാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അടുത്ത സെക്ഷനിലേക്ക് വരാം തീർച്ചയായിട്ടും. യെസ്, അത് തന്നെയാണ്. അതായത് പ്രതിസ്ഥാനത്ത് CPM എത്തി നിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും CPM നേതാക്കളുടെ മൗനം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന് എന്തുകൊണ്ട് മൗനമെന്ന ചോദ്യം പ്രസക്തമാണ്.